എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാരമൽ പായസമായിട്ടാണ്. അത് ഉണക്കലരി വെച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് റേഷൻ കടയിൽ നിന്ന് എല്ലാവർക്കും ഓണക്കിറ്റിൽ ഈ ഒരു അരി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പായസത്തിനായിട്ട് ഞാനിവിടെ 2 പിടി അരിയാണ് എടുത്തിരിക്കുന്നത്. 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് ഇങ്ങനെയൊന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. അരി കുതിർന്ന് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. വെള്ളം ഒഴിക്കാതെ വേണം ചതച്ചെടുക്കാൻ. ഈ ഒരു രീതിയിൽ വേണം ചതച്ചെടുക്കാൻ. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ 1 കപ്പ് വരെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കാരമലായി വരണം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പഞ്ചസാര ഇതുപോലൊന്ന് കാരമലായി തുടങ്ങും. അപ്പോൾ തന്നെ തീ ഒന്ന് ലോയിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കഴിയുമ്പോൾ പഞ്ചസാര നല്ല കട്ടിയാവും. അത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് അലിഞ്ഞു വരികയും ചെയ്യും. ഈ സമയത്ത് തന്നെ നേരത്തെ ചതച്ച് വെച്ച അരി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാൽ നന്നായി ചൂടായി വരുമ്പോൾ പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു വരികയും ചെയ്യും. ഈ നേരത്തെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ അങ്ങ് അടയ്ക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ആവി വരും. ആവി വന്ന് കഴിഞ്ഞിട്ട് വേണം വെയിറ്റ് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഉടനെ തന്നെ ഫ്ലെയിം അങ്ങ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 30 മിനിറ്റ് വേണം വേവിച്ചെടുക്കാൻ. അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെക്കണം. കുക്കറിൻ്റെ ആവി പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ പായസം റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ ഉണക്കലരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എലാസ് കിച്ചൻ.